പ്രധാനമായിട്ടും ഒരു യൂസ്ഡ് വെഹിക്കിൾ, ഒരു ബൈക്ക് എത്തുന്ന സമയത്ത് അതിന്റെ റീസെയിൽ വാല്യൂ നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് നിലവിൽ രണ്ട് രീതിയിൽ മാർക്കറ്റ് വാല്യൂ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ഒരു ക്വാളിറ്റി, അതായത് ഇപ്പോൾ യൂസ്ഡ് ആയിട്ട് വരുന്ന വെഹിക്കിളിൻ്റെ ഒരു ക്വാളിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ നമ്മൾ മാർക്കറ്റ് വാല്യൂ ഇടുന്നത്. ഇപ്പോൾ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി, അയാൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി, അത് ഉപയോഗിച്ച് നമ്മളൊരു റേറ്റ് ഇടും. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുടെ ആ കറക്റ്റ് മെയിൻറ്റെയിൻ കോസ്റ്റിലാണെങ്കിലും മെയിൻറ്റെയിൻ രീതിയിലാണ് കാര്യങ്ങൾ വന്നതെങ്കിൽ നമുക്ക് അയാളുടെ മൈൻഡിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കസ്റ്റമർക്ക് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആ വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ടാമതൊരു കസ്റ്റമേഴ്സിന് നമുക്ക് വണ്ടി എന്ത് ചെയ്യാം, ആ ഒരു നല്ലൊരു മാർക്കറ്റ് റേറ്റിൽ നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഈ റേറ്റിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ വണ്ടികൾക്ക് എപ്പോഴും ഒരു മാർക്കറ്റ് റേറ്റ് ആയിരിക്കും. എപ്പോഴും ഒരൊറ്റ റേറ്റിലായിരിക്കും. ഓൾ കേരള ആണെങ്കിലും എല്ലാ രീതിയിലും ടാക്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വ്യക്തി എങ്ങനെയാണോ ഉപയോഗിച്ചിരിക്കുന്ന ആ വണ്ടി, അതിനെ ബേസ് ചെയ്തിരിക്കും അയാൾക്ക് കിട്ടുന്ന ആ റീസെയിൽ വാല്യൂ, ആ വണ്ടിക്ക് കിട്ടുന്ന ഒരു റീസെയിൽ വാല്യൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഏകദേശം എല്ലാം മീറ്റ് ചെയ്യുന്ന, അതായത് ആ വണ്ടിക്ക് തക്കതായിട്ടുള്ള നമ്മൾ നോക്കുന്ന എല്ലാ രീതിയിലുള്ള സ്റ്റെപ്സും കവർ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു റേറ്റിൽ തന്നെ ആ വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും.